ഹായ് ഗായ്സ്. നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടാണ് എന്ന് പറഞ്ഞ് കഴിക്കുന്ന പല സാധനങ്ങളും ആക്ച്വലി നമ്മൾ വിചാരിക്കുന്ന അത്രയും നമ്മളെ ബെനിഫിറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? ഞാൻ സംസാരിക്കുന്ന പ്ലാൻ പ്രോട്ടീൻ സോഴ്സസിനെ കുറിച്ചാണ്. ഫോർ എക്സാമ്പിൾ സോയ, അതുപോലെയുള്ള ലെൻറ്റിൽസ്, പൾസസ് ഒക്കെ. പല പ്ലാൻ പ്രോട്ടീൻ സോഴ്സസും കംപ്ലീറ്റ് അല്ല, ദേ ആർ ഇൻകംപ്ലീറ്റ് സോഴ്സസ് ഓഫ് പ്രോട്ടീൻസ്. സോ അതിൻ്റെ മെയിൻ റീസൺസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അമിനോ ആസിഡ്സ് പ്രൊഫൈൽ കംപ്ലീറ്റ് അല്ല. മിക്ക പ്ലാൻ പ്രോട്ടീൻ സോഴ്സസിൻ്റെയും അമിനോ ആസിഡ് പ്രൊഫൈൽസ് കംപ്ലീറ്റ് അല്ല. അമിനോ ആസിഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പ്രോട്ടീൻ കംപ്ലീറ്റ്ലി ബയോ അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സിൽ ഒന്നാണ് ഈ അമിനോ ആസിഡ് പ്രൊഫൈൽ കംപ്ലീറ്റ് ആയിരിക്കുക എന്നുള്ളത്. നെക്സ്റ്റ് വൺ ഇസ് ലോവർ ഡൈജസ്റ്റബിലിറ്റി. നമ്മൾ ചൂസ് ചെയ്യുന്ന മിക്ക പ്ലാൻ പ്രോട്ടീൻ സോഴ്സസും വളരെയധികം ലോവർ ഡൈജസ്റ്റബിൾ ആയിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വല്ലാതെ ഫൈബറിൻ്റെയും കാർബോഹൈഡ്രേറ്റിൻ്റെയും എമൗണ്ട് ഉണ്ട്. സോ അത് ഫൈബർ ഡൈജഷൻ സ്ലോ ആക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ വളരെ ലോവർ ഡൈജസ്റ്റബിലിറ്റിയാണ് യൂഷ്വലി പ്ലാൻ പ്രോട്ടീൻസിൽ എല്ലാത്തിലും കണ്ടുവരുന്നത്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ആണ്. ലൈക്ക് ഫൈറ്റിക് ആസിഡ്. ഈ ഫൈറ്റിക് ആസിഡിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രോട്ടീൻ്റെ മിനറൽസിന്റെ അബ്സോർപ്ഷൻ വല്ലാതെ കുറയ്ക്കും. കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യാൻ സമ്മതിക്കത്തില്ല ഇൻ ദ സെൻസ് വളരെയധികം അബ്സോർപ്ഷൻ വല്ലാതെ പിടിച്ചു വയ്ക്കും. ആൻഡ് മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജർ വോളിയം റിക്വയർമെൻ്റ് ആണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ 100 grams ഓഫ് കുക്ക്ഡ് സോയ എടുക്കുവാണെങ്കിൽ അതിൽ 22 grams ഓഫ് പ്രോട്ടീൻ ഉണ്ട് എന്തായാലും. അത് കംപ്ലീറ്റ്ലി അബ്സോർബിൾ അല്ല. സോ അതിലെന്താ നമ്മൾ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ എമൗണ്ട് കൂട്ടുന്നതോടുകൂടെ ഇത് മിക്കതും വളരെ ഹൈ ഇൻ കാലറിയാണ്. സോ അത് നമ്മുടെ വോളിയം ഇൻടേക്ക് വല്ലാതെ കൂട്ടും. ഈവൻ ദോ ഇത് ഇൻകംപ്ലീറ്റ് ആണെങ്കിലും ഒരു പരിധി വരെ നമുക്കിത് കംപ്ലീറ്റ് ആക്കി എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ കൺസിഡർ ഫോളോയിങ് ആൻഡ് ഷെയറിങ്.